വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ യാത്രയിലുണ്ടായിരുന്ന അബ്ദുൾ മജീദ് എന്ന് പറയുന്നൊരു മാഷുണ്ട്. ഈ അബ്ദുൾ മജീദ് മാഷിന് 2 കണ്ണിനും കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. കാഴ്ചാ പരിമിതിയെ മറികടക്കാൻ എന്നും ജീവിതത്തിലൊപ്പം ഉണ്ടായിരുന്നത് കൂടെ ഉണ്ടായിരുന്ന റുഖിയ എന്ന ഭാര്യയാണ്. ആ റുഖിയയെ കൂടി കൂട്ടിയാണ്, എന്നാൽ സഹപ്രവർത്തകർ എല്ലാവരും പോവുകയല്ലേ, എന്നാൽ ഞാനും കൂടി പോകാം എന്ന് കരുതി എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്സാഹത്തോടു കൂടി ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടിയിരുന്ന മാഷാണ് അബ്ദുൾ മജീദ്. ആ അബ്ദുൾ മജീദ് മാഷ് കാഴ്ചയില്ലെങ്കിൽ കൂടി കാഴ്ചകൾ കാണാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭാര്യ റുഖിയും ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ ഈ അന്ത്യയാത്രയിൽ ജീവിതത്തിൽ എന്നതുപോലെ തന്നെ അബ്ദുൾ മജീദിൻ്റെ കൈയും പിടിച്ച് റുഖിയ യാത്രയാവുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ അബ്ദുൾ മജീദും റുഖിയയും ആശ ടീച്ചറും അജിത ടീച്ചറും അടക്കം പാങ് LP സ്കൂളിലെ 9 അധ്യാപകരും ഒപ്പം തൊട്ടടുത്ത സ്കൂളിലെ അധ്യാപകരും ഒരു കുഞ്ഞുമാണ് ഈ മരണത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് തിരിച്ചു വരാത്തൊരു യാത്രയിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കൊപ്പം സഞ്ചരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാലാണ്. ഇക്ബാൽ, പാലക്കാട് പിന്നിട്ടിരിക്കുന്നു. ഇനിയൊരു 1.25 മണിക്കൂർ കൊണ്ട് തന്നെ പാങ് LP ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തും. അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ട്. ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ അറിഞ്ഞുള്ളൊരു യാത്രയായിരുന്നു. എല്ലാവരും കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരുമിച്ചൊരു യാത്ര പോകാൻ. അതെല്ലാവരും പരസ്പരം അങ്ങോട്ട് പറയുകയും നാട്ടിലേക്ക് ചെറിയ വർത്തമാനമൊക്കെ ആയിട്ടുണ്ടാവും. ആ ടീച്ചർമാരെല്ലാവരും കൂടി യാത്ര പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആ യാത്ര പോയവരെ തിരിച്ച് സ്വീകരിക്കാൻ നിൽക്കുന്നവരുടെ മനസ്സ് വല്ലാതെ വിങ്ങി നിൽക്കുന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയായിട്ട് അത് മാറിയിരിക്കുന്നു. ആ അബ്ദുൾ മജീദും റുഖയുടെയും കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇതേപോലെ ഓരോരുത്തർക്കും പറയാൻ ഓരോരോ കഥകൾ അവശേഷിപ്പിച്ചാണ് അവർ ഇപ്പോൾ ഇക്ബാൽ സഞ്ചരിക്കുന്ന വാഹനത്തിന് തൊട്ടു മുന്നിൽ യാത്രയാകുന്നത്. ഇനി എത്ര സമയമെടുക്കും ഈ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്താൻ, ഇക്ബാൽ? അരുൺകുമാർ, ഇപ്പോൾ ഈ വാഹനങ്ങൾ ഏകദേശം കല്ലടിക്കോട് മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഏകദേശം 1.5 മണിക്കൂറിനകം തന്നെ ഈ ആംബുലൻസുകളെല്ലാം മലപ്പുറത്തേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെയുള്ള ഒരു ട്രാവലർ വാഹനത്തിലാണ് കഴിഞ്ഞ ദിവസം വളരെ സന്തോഷത്തോടു കൂടി ഈ പാങ് സ്കൂളിലുള്ള അധ്യാപകരെല്ലാവരും ചേർന്നുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ വാൾപ്പാറയും അതുപോലെ തന്നെ അതിരപ്പള്ളി വെള്ളച്ചാട്ടവും എല്ലാം കാണാൻ വേണ്ടി പുറപ്പെട്ടത്. പക്ഷേ മടങ്ങി വരുമ്പോൾ അവരെല്ലാം ഓരോ ആംബുലൻസുകളിലായി നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിക്കൊണ്ടാണ് അവരുടെ നാടുകളിലേക്ക് തിരിച്ച് എത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തമിഴ്നാട് സർക്കാർ ഒരുക്കിയിട്ടുള്ള ഈ 108 ആംബുലൻസുകളിൽ ഓരോരുത്തരായി അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയാണ് ഇവരുടെ ഓരോരുത്തരുടെയും ഈ തിരിച്ചുവരവ് എന്ന് പറയുന്നത്. ഈ വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി ഈ വിനോദയാത്ര അവർ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചതാണ്. പക്ഷേ അവരുടെ ഈ യാത്ര അപ്രതീക്ഷിതമായി ഒരു അപകടത്തിൽ കലാശിക്കുകയായിരുന്നു. 4 പേരെ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് ബാക്കി 9 പേരും ഈ ലോകത്തോട് വിട പറയുന്നു. പക്ഷേ വല്ലാത്തൊരു യാത്രയായി മാറുന്നു അവരുടെ ഈ യാത്ര എന്ന് പറയുന്നത്. ഈ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അബ്ദുൾ മജീദ് മാഷും അതുപോലെ തന്നെ റുഖിയ അബ്ദുൾ മജീദിന്റെ ഭാര്യ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. മാത്രമല്ല മറ്റുള്ള അധ്യാപകരും എല്ലാവരും കരുതിയിരുന്നത് ഈ ജോലിയുടെ ഈ സമ്മർദ്ദങ്ങളെല്ലാം മറക്കാൻ വേണ്ടി ഒരു യാത്ര പോകണം എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടു കൂടി പോയി മടങ്ങാം എന്ന് കരുതിയിരുന്ന ഒരു യാത്രയാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ നാട്, പാങ് എന്ന് പറയുന്ന ആ നാടിനെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിപ്പിച്ചിരിക്കുകയാണ് ഈ ദുരന്തം എന്ന് പറയുന്നത്. വാൾപ്പാറയിൽ വളരെ അപകടം പിടിച്ച ഒരു മേഖലയിലായിരുന്നു. ആ അപകടം പിടിച്ച മേഖലയിൽ 13ാമത്തെ വളവിൽ വെച്ചാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത്. ആ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വാഹനത്തിന് തൊട്ട് മുമ്പ് ഈ അപകടത്തിന് തൊട്ട് മുമ്പ് ഈ 16ാമത്തെ വളവിൽ വെച്ച ഈ വിനോദയാത്രാ സംഘം, ഈ അധ്യാപകർ സഞ്ചരിച്ചിരുന്ന സംഘം, അവർ ഈ ഹാരിസ് എന്ന് പറയുന്ന ഈ രക്ഷാപ്രവർത്തകൻ ഇവരെ കണ്ടിരുന്നു. ആ സമയത്തെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഈ 16ാം വളവിൽ നിന്നുകൊണ്ട് സെൽഫിയും ചിത്രങ്ങളും എടുത്ത് അവിടെ നിർത്തി കയ്യിലുണ്ടായിരുന്ന ചായയും എല്ലാം കുടിച്ചതിന് ശേഷമാണ് അവർ ആ 16ാമത്തെ വളവ് ഇറങ്ങിക്കൊണ്ട് വരുന്നത്. ഇതിനിടയിലാണ് ഈ 13ാമത്തെ വളവിൽ വെച്ച് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും പിന്നീട് നേരെ താഴേക്ക് പതിക്കുകയും ചെയ്തത്. ഇതിനിടയിൽ 10ാമത്തെ വളവിൽ തട്ടുന്നു, നേരെ ചെന്ന് പതിച്ച് വീഴുന്നത് 9ാമത്തെ വളവിലാണ്. ഇതിനിടയിൽ നിരവധി തവണയാണ് വാഹനം തലകീഴായി മറിയുകയും ചെയ്തത്. ഇതിനിടയിൽ പുറത്തേക്ക് തെറിച്ചു വീണ ആളുകൾ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടുള്ളത്. വാഹനത്തിന് അകത്ത് കുടുങ്ങിപ്പോയവരെല്ലാം ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു. ഏതായാലും വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പാങ്ങിൽ നിന്ന് പോയിട്ടുള്ള അധ്യാപകർ തിരിച്ചെത്തുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഓരോ ആംബുലൻസുകളിലായി ഓരോ മൃതദേഹങ്ങളാണ് പാങ്ങിലേക്ക് തിരിച്ച് എത്തുന്നത്. ഒരു ആംബുലൻസിൽ 13 ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഈ 9 ആംബുലൻസുകളിൽ ഈ ചലനമറ്റ ശരീരങ്ങളായി അവർ ആ നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ ആ നാട് അക്ഷരാർത്ഥത്തിൽ ആകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്.
ഓക്കെ, വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു നാടിൻ്റെ നോവായി 9 പേർ മാറുന്ന കാഴ്ച. അവർ 13 പേരും ഒരൊറ്റ ട്രാവലറിലാണ് യാത്ര തിരിച്ചത്. ആ ഒരു യാത്ര പിന്നീട് 9 ആംബുലൻസുകളായിട്ട് മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുമിച്ച് ആ ട്രാവലറിൽ യാത്ര പുറപ്പെടുമ്പോൾ ആശ ടീച്ചർ ഒരു മെസ്സേജ് ഇട്ടിരുന്നു വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട്. ഞങ്ങൾ അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്ക് ഒരു യാത്ര പോകുന്നു എന്നായിരുന്നു സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിൽ ഈ ട്രാവലറിൻ്റെ ചിത്രമാണ് പങ്കുവച്ചത്. അങ്ങനെയാണ് നാട്ടുകാരൊക്കെ അറിയുന്നത്. ഓ, ടീച്ചർമാരെല്ലാവരും കൂടി വേനലവധിക്കാലത്ത് ഒരു യാത്ര പോവുകയാണ്. രാവിലെ പുറപ്പെട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ട് വാൽപ്പാറയിലെത്തി, ഒപ്പം പൊള്ളാച്ചി വഴി ചുരമിറങ്ങി പൊള്ളാച്ചി വഴി പാലക്കാട് വഴി തിരികെ എത്താനായിരുന്നു അവരുടെ പദ്ധതി. ഏതാണ്ട് ഏറെക്കുറെ യാത്രകളെല്ലാം കണ്ടു, മനോഹരമായ കാഴ്ചകൾ ഫ്രെയിം ചെയ്തു. അതിൽ വാൽപ്പാറയിൽ ചുരമിറങ്ങുമ്പോൾ 40 പ്രധാനപ്പെട്ട വളവുകളാണ്, ഹെയർപിന്നുകളാണ് ഈ വാൽപ്പാറ മുതൽ പൊള്ളാച്ചി വരെയുള്ള ആ ഭാഗത്തിനിടയിലുള്ളത്. അതിൽ 13ാമത്തെ വളവിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് മുൻപ് ഇവരിടയ്ക്ക് ഒരു സ്ഥലത്ത് വെച്ച് നിർത്തിയിട്ട് ഒരുമിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അതായിരുന്നു ഇവരുടെ അവസാനത്തെ ചിത്രം. ഈ പാങ് LP സ്കൂളിൽ ഇനി അവശേഷിക്കുന്നത് 3 അധ്യാപകരാണ്. കിൻഡർ ഗാർട്ടൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന 2 പേരും 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഹസനത്ത് എന്ന അധ്യാപികയും KG അധ്യാപകരായ യശോദ, റിസീന, ഹസ്നത്ത്, ഈ 3 പേർ മാത്രമാണ് ഇപ്പോൾ ഈ സ്കൂളിൽ അവശേഷിക്കുന്നത്.